മനുഷ്യർക്ക് സമാധാനം പ്രത്യാശിപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്മല്ല. അവനെ പോലെയുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി അവയെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്താണെന്ന് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ നിമ്മിയെയും ക്രിസ്റ്റിയെയും അനുഗ്രഹിക്കണമേ. കാനായി വിവാഹവിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാശിക്കണമേ. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മാറോസ് പിതാവേ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. രണ്ടാം അധ്യായം 1 മുതൽ വചനങ്ങൾ. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 1-2 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവരക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവരക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയിലെ കാനായിൽ നടന്ന ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. കരങ്ങളിലേക്ക് ഈ കുടുംബത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇന്ത്യയെ സമർപ്പിക്കുന്നു. നമ്മുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. ഏറ്റവും മനോഹരമാക്കി മാറ്റാൻ ഈ ഒരു ശുശ്രൂഷ, ഈ ഒരു മനസ്സമ്മതം മനോഹരമാക്കി മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നുള്ള മണിക്കൂറുകൾ സമ്മയുടെ ബാധ്യസ്ഥതയിൽ ഏറ്റവും മനോഹരമാക്കി മാറുന്നതിന് വേണ്ടി കാനായി വിവാഹവിരുന്നിലെ പരിശുദ്ധമ്മ മാധ്യസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ ഈ കുടുംബത്തിന് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി. പിതാവിന്റെ കൊടുക്കട്ടെ, കൊടുക്കട്ടെ.
പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുവയ്ക്കുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശഭൂമിയെ സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എന്റെ കാൽവഴുത അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ പുറപ്പെടുത്തുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഭയക്കുകയില്ല, കുറഞ്ഞുകയുമില്ല. കർത്താവാണ് ശേഖാവിൽ എനിക്ക് തണലേക്കാൻ അവിടുന്ന് എന്റെ വലതു പാടുന്നു. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ എന്നും എനിക്ക് കാത്തുകൊള്ളണം. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കൂടി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാവും അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാവും. പ്രത്യേകമായി വിവാഹങ്ങൾ പ്രകാശിക്കുന്നതായിട്ടുള്ള പരസ്പരമുള്ള സമ്മതം അറിയാനായിട്ട് ദൃഷ്ടി രണ്ടുപേരെ നമുക്ക് ദൈവത്തിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ചെറിയൊരു തിരുകർമ്മമാണ്. എല്ലാവർക്കും ഭക്തിപൂർവ്വം പങ്കെടുക്കാം. ഫോണിൽ സൈഡിലാക്കിയെടുക്കുക, സംസാരം ഒഴിവാക്കുക, ചെറുപ്പങ്ങളൊക്കെ നമുക്ക് പുറത്താണ് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടെ പാലിക്കുക. ഇത്തരം കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഏറ്റവും ഉത്തരവാദിത്വമാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അദ്ദേഹം നമ്മുടെ പ്രാർത്ഥനയിൽ
ക്രിസ്ത്യയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും എന്നേക്കും. സർവ്വസ്ഥനായ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് മനുഷ്യനെ സ്ത്രീയുമായി സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി പ്രയോജനം ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെ അവന്റെ ജീവിത പങ്കാളിയായി അനുഗ്രഹിച്ച കർത്താവേ, വിവാഹവാഗ്ദാനത്തിന് തിരുപ്പിളർന്നിരിക്കുന്ന ക്രിസ്ത്യൻ മനസ്സോട് തികഞ്ഞ സന്തോഷത്തോടു കൂടി വിവാഹവാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. വിവാഹവാഗ്ദാനത്തിൽ ദാസനെ അനുഗ്രഹിക്കണമേ. കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും ഉണ്ടാവുകയില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ജനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നു. അകൃത്യങ്ങൾ നന്മ ചെയ്യും, സമാധാനം തേടി അതിനെ പിന്തുടരുകയും വഴിയൊരുക്കിയ കർത്താവേ, വിവാഹവാഗ്ദാനത്തിൽ നടന്നിരിക്കുന്ന ദാസനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൃതജ്ഞത പ്രകാശിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങൾക്കും നന്മകളും നിറഞ്ഞ് ഒളിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരമായി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തിട്ട് അന്ന് സകലത്തിന്റെ ആദരം സൃഷ്ടാവുമാകുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും. സത്യമായ ശരീരങ്ങളെ ഏർപ്പെടുന്നവനും ആത്മാവിനെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകും. ഞങ്ങളെപ്പോഴും സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെ എല്ലാ കാലങ്ങളിലേക്കും സർവേശ്വരനെ
ദൈവികവുമായ കൽപ്പനകളുടെ മദ്രസരം ശ്രമിക്കുവാനും ഗ്രഹിക്കുവാനും ബുദ്ധി പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണരക്ഷയും ഫലമണിയുന്നതിനും നിരന്തരം പരിസ്ഥിതിക്കുവാനും അംഗീകാരണത്താലും അനുഗ്രഹിക്കാനും സഹായിക്കണമേ. പിതാവ് സർവശുദ്ധാത്മാവായ സർവേശ്വരനേക്കും. സഹോദരേ ലേഖനം അധ്യായം 3 മുതൽ 7 ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ അവിടുന്ന് ചെയ്യുകയോ ചിലപ്പെല്ലാം പരിഗണിതമാണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങൾക്കും ഞാൻ ഗ്രഹിക്കുകയും സകല ജ്ഞാനവും മലകളെ മറക്കാത്ത വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവസമ്പത്ത് ദാനം ചെയ്താലും എൻ്റെ ശരീരം ധരിപ്പിക്കാൻ കൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ഒരുപക്ഷം ദൈവമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല, സ്നേഹം അമിതമായി പെരുമാറുന്നില്ല, സ്വഭാവം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അതാരെയും സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ വലിയൊരു പ്രസംഗം പറഞ്ഞ് നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്കറിയാത്തതായിട്ട് ഒന്നിൽ നിന്നാണ് ഞാൻ കരുതുക. വിവാഹത്തിനായിട്ട് ഒത്തിരി ഒരുങ്ങി പ്രാർത്ഥിച്ച് ക്ലാസ്സും പ്രൊപ്പോസാലും നമസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുക. സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷകരമായ രണ്ടുപേരും നമ്മുടെ ആൾക്കാരാണ്. 2018 ക്രിസ്റ്റി വളരെ രീതിയിൽ പൊസിഷനായിരുന്നു. ഒരു പ്രളയ കാലഘട്ടമായിരുന്നു. എന്തായാലും കുഴപ്പമില്ലാതെ ഇടവകയിൽ ജീവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒത്തിരിയേറെ കൂടുതലായിട്ട് അടുത്തിട്ടുള്ള വ്യക്തിയാണ് ക്രിസ്റ്റി. തുടർന്ന് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും പറയുവാനും പ്രാർത്ഥിക്കുവാനും വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ക്രിസ്റ്റിയും കുടുംബവും എന്നും പരിചയത്തിലുണ്ട്. ഞാനിവിടെ വന്നിട്ട് 4 വർഷമാണ് അവിടേക്ക് വന്നിട്ട്. അന്ന് മുതലുള്ള പരിചയമാണ് ബാബുചേട്ടൻ്റെ കുടുംബവും അവരുടെ മകൾ നിമ്മി.
എനിക്കറിയാം ദേവാലയ നിർമ്മാണമാണ് എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അവരുടെ കുടുംബമായ ഇത്തരത്തിലെല്ലാത്തിനും സഹകരിക്കുന്ന. അതുകൊണ്ട് ഈ ഒരു മനസ്സമ്മത വിവാഹത്തെ എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് കൂടുതൽ സന്തോഷമുള്ള കാര്യം കൂടിയാണ്. വചനത്തിൽ പറയുന്നത് പരസ്പരം സ്നേഹിക്കാനായിട്ടാണ്. അത് ഞാൻ വിവാഹത്തിന് വരുന്നവരോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ജീവിതം രണ്ട് വാക്കിലാണ് അടിസ്ഥാനം. വേറൊന്നും നേടാനായിട്ട് ഓടേണ്ട ആവശ്യമില്ല. സ്നേഹം നേടിക്കഴിഞ്ഞാൽ വാക്കുകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ തനിയെ വന്നുകൊള്ളും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഞാൻ പറയാനായിട്ടുള്ളൂ. കാരണം ഈ ആൾക്കാരെ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ തലയിൽ കുത്തി മറിച്ചിട്ടൊരു കാര്യമില്ല. ജീവിതം എങ്ങനെ കടന്നു പോകുന്നു അതിനനുസരിച്ച് ജീവിക്കുക തന്നെയാണ്. അതിലെപ്പോഴും സന്തോഷം കണ്ടെത്തുക, സ്നേഹം കാര്യങ്ങൾ, അതിനനുസരിച്ച് ആ ജീവിതം ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളും. അറിയാം നമ്മുടെ ജീവിതം ഒരിക്കലും നമ്മൾ വിചാരിച്ച പോലെയല്ല മുന്നോട്ട് പോകുക. ഇതിനൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ രീതികളിൽ നമ്മുടെ ദൈവം വഴി നടത്തും എന്ന പ്രത്യാശയോടെ ആയിരിക്കുക. പ്രത്യേകിച്ച് ഇവിടെ കൂടിയിരുന്നവരെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളുടെ സ്നേഹത്തിൽ നിലനിൽക്കുകയും എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ച് നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷങ്ങളിൽ കൂടിക്കൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാകുന്നു എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി വിവാഹ വാഗ്ദാനത്തിനായി ഒരുങ്ങിയിരിക്കുന്ന ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന ഈ ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹിതരാകാനുള്ള കൃപ അവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിലും വിവാഹ ജീവിതത്തിലേക്ക് സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബ ജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തെ പ്രവേശിക്കുവാൻ ഈ ദാസരെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് അന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നന്മയും സമർപ്പിക്കാം. ചെയ്യുവാൻ തിരുമുമ്പിൽ നടന്നിരിക്കുന്ന ദാസരെ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തീകരിക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലുമായി പത്തലും കാത്തു സംരക്ഷിക്കണമേ. പിതാവുന്ന പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായി നയിക്കും. വാഗ്ദാനത്തിന്റെ സമയമാണ്. പരസ്പരമുള്ള മനസ്സ് പറയുവാനായിട്ട് വിവാഹത്തിന് മുമ്പ് അതിനുവേണ്ടി കൊടുക്കുന്ന സമയം കൂടി ക്രിസ്ത്യവാദങ്ങളുടെ സാക്ഷി പറയുന്നത് സാക്ഷി ക്രിസ്റ്റി നിമ്മി ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം ക്രിസ്തു നിങ്ങൾക്ക് നൽകുകയാണ്. ക്രിസ്റ്റി നിഷ്ഠയുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ നിമ്മിയെ എൻ്റെ ഭാര്യയെ സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. നിമ്മി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ക്രിസ്റ്റിയെ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. സാക്ഷികൾ നിങ്ങൾ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ ക്രിസ്റ്റിയെ നിമ്മിയെ മിശിഹ അനുഗ്രഹിച്ച് ആസ്വദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റി നിങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരണത്തിന്റെ മനം കൈ നീട്ടണമേ. ഞങ്ങൾ
ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നാഥനായ മാനവസേവിന്റെയും ഞങ്ങളുടെ പിതാവായ മാതോമാസ്ലിഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാകട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആദിസ്ഥിതികൾക്ക് സംരക്ഷണവും സഹായമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥാനേക്കും ദൈവത്തിന്റെ പരിപാലനം നിങ്ങൾ ചെയ്ത വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കരുണയാൽ പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറായെയും ഇസ്ഹാക്കിനെയും റിബെക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംരക്ഷിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിലേക്കത്തിലും ഉദ്ധൃതമാകട്ടെ. തീഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂദാശിക്കണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെ സ്നേഹത്തിലോടെത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും തിരുകർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ ഞങ്ങളെ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവങ്ങയെ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു പാരാകെ. പിന്നെ സ്വർഗ്ഗവാസികൾ സ്വർഗ്ഗവും പ്രവേശിക്കുന്ന സ്വർഗ്ഗസന്നിധിയിൽ വിട്ടുന്നു. സൈന്യാധീശനായും ദൈവം സംശുദ്ധൻ 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 നിത്യം സംശുദ്ധൻ സംശുദ്ധൻ. മാനവും തന്മഹിമയ തിങ്ങിടും നല്ലോ സന്തതം. ശ്രീഹരും ദിവ്യപ്രേക്ഷിതരും നിത്യന്മാരുടെ സാക്ഷികൾ നിത്യാനന്ദ പ്രദാനങ്ങൾ വാഴ്ത്തിയിടുന്നു നിരന്തരം, വാഴ്ത്തിയിടുന്നു നിരന്തരം. നിന്നനുഗ്രഹം നൽകണേ. ആശ്രയിച്ച് തിങ്ങും കാരുണ്യം കൊണ്ടുവാൻ അർപ്പിച്ചു നിന്നിലാശ സർവ്വം. ലേശം ലജ്ജിക്കയില്ല ഞാൻ, ലേശം ലജ്ജിക്കയില്ല ഞാൻ. പ്രാർത്ഥിക്കാൻ കണ്ട ദയാപരണം അവർ നന്മയുടെ കണ്ടവരുമായ ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകിയ മഹദാനങ്ങളെ കുറിച്ച് മഹാമഹത്വം നന്ദി പറയുന്നു. നിന്നോട് പ്രാർത്ഥിക്കുന്ന ഉപേക്ഷിക്കാതെ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്ന ഞങ്ങളെ സ്വർഗീയ സമാനം യോഗ്യരാക്കണമെന്ന് കാരണത്തെ കുറിച്ച് ഉപേക്ഷിക്കുന്നു. ആമേൻ.
ദേവാലയത്തിലെ സമ്മതമൊക്കെ പറഞ്ഞ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയ ചടങ്ങുകൾക്കൊക്കെ ശേഷം ബ്യൂട്ടിഫുൾ മനസ്സായിട്ട് വന്നിട്ടുണ്ട് ഇല്ലേ? കാണുന്നില്ലേ? So, I would like to introduce Ms. Nini Babu, completed her Bachelor of Medical Laboratory Technology at Ulysses College of Paramedical Science. And our beautiful Guru, Mr. Christy Joseph, completed his Bachelor of Computer Application, specialization in Computer Science, and currently working as a Senior Engineer. So, രണ്ടുപേരും intro ഒക്കെ കഴിഞ്ഞു. ഇനി എങ്ങനെയാ ചടങ്ങുകൾ ആരംഭിക്കല്ലേ? തുടങ്ങല്ലേ? I would like to welcome Father Mr. Babu and our sweet mother Mrs. Shaila Babu onto the stage. എല്ലാം അച്ഛൻ പപ്പ മിസ്റ്റർ ജോസഫ് A.A., the king of our Kogan family, and his beautiful wife, the queen of hearts, Miss Shrita Joseph. Please come on the stage. Candlelight, a Spanish tradition that symbolizes love, hope, and celebration. So I would like to welcome the beautiful one, Nini, and a handsome Chrissy to light up the candle with their family and share the happiness. രണ്ട് ഫാമിലിയോടൊപ്പം ഒരുമിച്ച് തിരുനാളുകൾ തെളിയിക്കാൻ പോകും. So, put hands together to welcome them. രണ്ടുപേരും ഒന്നിച്ച് ഫാമിലിയോടൊപ്പം നിൽക്കുക. സെന്റർ കാൻഡിൽ നിന്നെ ക്രിസ്റ്റി ഒരുമിച്ച് തെളിയിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫാമിലി അടുത്ത കാൻഡിലും നെക്സ്റ്റ് ക്രിസ്റ്റിയുടെ ഫാമിലിയുമാണ് കാൻഡിൽ തെളിയിക്കുന്നത്. ഓക്കെ? Sweet is a taste of love and life. So I welcome both the beautiful ones to cut the cake and share the love with all your families. അപ്പോൾ ആ കേക്ക് കട്ട് ചെയ്ത് നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഇത് ഓർമ്മ. നമുക്ക് മാലയും ബൊക്കെയൊക്കെ കൊടുത്ത് അവർക്ക് അടിപൊളിയാക്കിയാലോ? മനസ്സിലാകണില്ലേ? So love does not make the world go around.
Love is what makes the right world. Then the other goals and objects as to express your deepest promises and emotions. May allow people to see each other's heart. Promises ചിഹ്നമായിട്ടാണ് ബൊക്കേസ് ഷെയർ ചെയ്യുന്നത്. അത് വെറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാല ഹാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർക്കുന്നത്. സോ നമ്മുടെ ക്രിസ്ത്യൻ പ്രോമിസസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വെച്ച് കൊടുത്തു. ഇപ്പൊ പ്രോമിസസ് ബൊക്കെ വെച്ച് കൊടുത്താലോ? അപ്പോൾ രണ്ട് മദറിലോസും മാല എടുത്ത് കൈ പിടിക്കാം. രണ്ട് ഫാദറിലോസും ബൊക്കെ എടുത്ത് കൈ പിടിക്കാം. ക്രിസ്റ്റീന മോമി മിമിക്കും ഇനിയ മോമി ക്രിസ്റ്റീനും ആ മാല കൊടുക്കാം. ആലോചിച്ചു മാല കൊടുത്താൽ മതി. ഇനി അത് രണ്ടുപേരും അണിച്ചോട്ടോളൂ. ബൊക്കെ കളയാണ്. ഇതിന് പ്രോമിസ് പള്ളിയിലോട്ട് നമ്മളൊക്കെ എന്തെങ്കിലും കണ്ടിട്ടുള്ളൂ. നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇതൊരു എനിക്ക് പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞാലും എങ്ങനെയും പ്രപ്പോസ് ചെയ്താലോ? നല്ല രസത്തില്. സോ ഫാദർ രണ്ടുപേരും നിങ്ങളുടെ ഫാദർ ക്രിസ്റ്റിക്കും ക്രിസ്റ്റിയുടെ ഫാദർ നീക്ക് ബൊക്കെ കൊടുക്കാം. ഒരു പ്രപ്പോസൽ കൊടുക്കുന്നു. നിമ്മി അതിന്റെ എസ് കൂടിക്കൊണ്ട് വരണം ബൊക്കെ ഷെയർ ചെയ്യാൻ. കിട്ടിയോ? അങ്ങനെ നല്ലൊരു ഭംഗിയില് മാരിഡോ അങ്ങനെ എന്തെങ്കിലും ബ്യൂട്ടിഫുൾ വേർഡ്സ് ഒക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ചോദിക്കാം. നിമ്മി അതിന് റിപ്ലൈ കൊടുത്തിട്ട് വേണം ബൊക്കെ കൊടുക്കാൻ. റിപ്ലൈ ചോദിക്കുന്ന ഫാമിലിയാണ്. റെഡിയല്ലേ? നിങ്ങൾ ഓക്കെ. മൈ ഹാൻഡ് ചെയ്യുന്ന പോവാണ്. ബേബിയാണ് ചെയ്യുന്നത്. Okay, next is wine tasting ceremony. Wine എപ്പോഴും നമുക്കറിയാം മധുരവും ചവർപ്പും എല്ലാം മിക്സ് ആയിട്ടുള്ള ഭയങ്കര പ്രഷ്യസ് ആയിട്ട് ഒരുപാട് വർഷങ്ങളായി നടക്കുന്ന സെറമണിയാണ്. So wine is an essential part of the meal. It offers a great range for conversation and food. Welcome to the wine tasting ceremony. As we savor the flavors and aromas, may the special moment be a celebration of love, joy, and togetherness. എന്തൊക്കെ വിഷമങ്ങളുണ്ടായിക്കോട്ടെ സന്തോഷങ്ങളുണ്ടായിക്കോട്ടെ അതെല്ലാം ഒരുമിച്ച് അനുഭവിക്കാൻ എല്ലാ ജീവിതത്തിലെ എല്ലാ തരം ടേസ്റ്റുകളും ഒക്കെ അറിയാനായിട്ട് ഇവർക്ക് ഒരുമിച്ച് നിന്ന് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നു. Take the wine glasses, give it cheers, close your hands and let it go. Okay. രണ്ടുപേരും വൈൻ ഗ്ലാസ് എടുത്തോളൂ. Ni
അപ്പൊ കുറച്ച് ചോദ്യങ്ങളിലൂടെ നമ്മളുടെ മനപ്പൊരുത്തൊക്കെ ഒന്ന് നോക്കി നമ്മൾ ഇത് വായിക്കും. അതിന് ഇവിടെ ഫാമിലി ഫോട്ടോ എടുക്കാം. ആ ഒരു ചെറിയ ഗെയിമിന് ശേഷമാണ് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഫോട്ടോ സെക്ഷൻസ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് റൊമാൻറ്റിക് ഹീറോയാണോ റൊമാൻറ്റിക് ഹീറോയാണോ ആരായിരുന്നു റൊമാൻറ്റിക് ആലോചിക്കണം. സ്വാഭാവികമായിട്ട് ചെക്കന്മാർ ആലോചിച്ച് നോക്കിയതാണ്. സത്യം പറഞ്ഞു ഏറ്റവും കൂടുതൽ പാവമാണ്. അതുകൊണ്ടാണ് തീർക്കേണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. തല്ലി പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നീ പറയുന്നത് രണ്ടും ഞാൻ ഏറ്റവും കൂടുതൽ ഒരുങ്ങാൻ സമയം എടുക്കുന്നത് എവിടത്തേക്കും പോണെങ്കിൽ ഒരുങ്ങാനായിട്ട് ഇഷ്ടം പോലെ സമയം എടുക്കും. എനിക്ക് പറയാം ഞാൻ ആയിരിക്കുമ്പോഴൊക്കെ നീങ്ങി തന്നെയാണ്. എന്നോട് ഉത്തരം പറയണം. എന്റെ ശരിയിൽ പറയും, ഞാൻ നോക്കിയിട്ട് പറയാം. ചോദ്യം ഇതാണ്, അത് ശരിയാണോ പറയേണ്ടത്? ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ക്രിസ്റ്റിയുടെ അടുത്തേക്ക് ഞാൻ പോവാം. ക്രിസ്റ്റിയുടെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ക്രിസ്റ്റിയുടെ ആട്ടോ, നിങ്ങളുടെ ഫേവറേറ്റ് അല്ല, ക്രിസ്റ്റിയുടെ ഫേവറേറ്റ് ഫുഡ്. കേട്ടോ എന്തോ കേട്ടോ അല്ലല്ല, ക്രിസ്റ്റിയുടെ ഓ ബിരിയാണി. രണ്ടുപേരും വന്ന് ബിരിയാണിയാണ്. ഇത് കോപ്പറേറ്റ്
പറഞ്ഞ മൂവി കാണാൻ പോയിട്ട് ഇതുവരെ പോയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എസ് ഒക്കെ പറഞ്ഞ ശേഷി മൂവി കാണാൻ പോയിട്ടില്ല. ഇല്ല, മൂവിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും. ക്രിസ്റ്റിയുടെ ഫേവറേറ്റ് കറണ്ട് മൂവി ഈ ഇടയ്ക്ക് ക്രിസ്റ്റിയുടെ ഫേവറേറ്റ് മൂവി എപ്പോഴെങ്കിലും സംസാരിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ക്രിസ്ത്യാണല്ലോ ഉള്ള ഹാൻഡിങ്ങാ എന്താ പറയാ, കിട്ടുന്ന ആൻസറുകൾ മാത്രമാണ് ക്രിസ്ത്യാനോ പറഞ്ഞോ. തുടരെ ഇങ്ങനെ കേൾക്കുന്നതോ അവിടെ പറഞ്ഞ കേൾക്കുന്നുണ്ട്. ഞാൻ എനിക്കൊരു സംശയം. ക്രിസ്റ്റിക്ക് ഈ ഒരു കാര്യം ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. എന്തായാലും നിമ്മി ചെയ്യുന്നത് ഓക്കെ, വേറെ നിമ്മി ചെയ്യുന്നത് നിമ്മി കാര്യം ക്രിസ്റ്റിക്ക് കണ്ടെത്താനുണ്ടോ? എനിക്ക് എല്ലാ കാര്യം ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ എല്ലാത്തിനും സപ്പോർട്ടാണ്. അങ്ങനെയാണോ? ഇഷ്ടമല്ല. അപ്പൊ നിന്നോട് പറയുന്നു, ഇനി മുതൽ നീ അത് ചെയ്യരുത്, നീ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു. ആലോചിച്ചോ കിട്ടിയാ? എന്ത് കിട്ടിയ? സ്വന്തം കുട്ടികളെ ആലോചിക്കും, ഞാൻ എന്ത് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത്. എപ്പോഴെങ്കിലും നീ ഇങ്ങനെ ചെയ്യാം ഒന്നും പറഞ്ഞിട്ടില്ല, അറിയില്ല. ഞാൻ ക്രിസ്റ്റിയുടെ ആൻസർ എന്താണെന്നറിയോ? പള്ളിയിൽ പോകാറുണ്ട്. ഇനി ക്രിസ്റ്റി കാര്യം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. നമുക്കറിയാം എനിക്ക് അങ്ങനെ ചോദിക്കുന്നത് അറിയുന്നില്ല. എന്നാലും ഇങ്ങനെ ഒരു കാര്യം ക്രിസ്റ്റി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒന്നുമില്ല, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. സോ ഇതേപോലത്തെ ഒരു കാര്യം എവിടെ കിട്ടും? താങ്കൾ എന്ത് ചെയ്താലും എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടത്തോടില്ല. ഒക്കെ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ് ആള്. നിമ്മിയുടെ ഫേവറേറ്റ് ഫുഡ് എന്താ? സെയിം തന്നെയാണ്. മറ്റേ ബുദ്ധികളൊക്കെ എല്ലാം സെയിം ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്രിസ്റ്റിക്ക് പ്രയോറിറ്റി നിമ്മിയാണ്. നിമ്മിനായിട്ടുള്ള പ്രയോറിറ്റി ക്രിസ്റ്റി ആർക്കാണ്? ക്രിസ്റ്റിക്ക് കുറച്ച് ക്രിസ്റ്റിയുടെ പ്രയോറിറ്റി നിമ്മിയാണ്. ഓക്കെ, നിമ്മി കഴിഞ്ഞിട്ട് നിമ്മിന്റെ ആൻസർ പറയാനില്ല. നിമ്മിനെ വെച്ചുള്ള ആരാണ് ആൻസർ ചെയ്യാം. ആരായിരിക്കും ക്രിസ്റ്റിയുടെ പ്രയോറിറ്റി? ക്രിസ്റ്റി കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടത്തായിരുന്നു. നിമ്മിന്റെ ആൻസർ പറയാൻ പറ്റില്ല, ക്രിസ്റ്റി നടത്തായിരുന്നു. ഗോഡിനെ പറയാൻ പറ്റില്ല. ഗോഡ് ഓബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വെച്ചാൽ അവരുടെ ആൻസർ കിട്ടി. പാരന്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, പാരന്റ്സ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ ഫൈൻ. ക്രിസ്റ്റിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്? ക്രിസ്റ്റിയുടെ ചങ്കാണ്, ചങ്കിന്റെ ചങ്കാണ്. എന്തിനു വിളിച്ചാലും കാട്ടയ്ക്ക് ചോദിക്കും, ഇങ്ങനെ സംഭവം എന്നൊക്കെ ചോദിക്കുന്നു. ഭയങ്കര ബ്ലഡ് കണക്ഷൻ അല്ലേ? ക്രിസ്റ്റിയുടെ ആൻസർ കിട്ടി. സ്പെഷ്യലായിട്ട് പേര് ഓർമ്മയില്ല. നിങ്ങളുടെ ആൻസർ പറയണേ. കൊറേ ഉണ്ടെന്ന് അതാണോ? ആ, അത് സത്യം. എന്നെ തല്ലാൻ പേടിച്ചാലും എനിക്കൊന്നും പറയാത്തത് കൊറേ ഉണ്ട്, അതുകൊണ്ട് കിട്ടില്ല. ഓക്കെ, ഇനി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാൻ അറിയില്ല. എന്നാണ്
സപ്പോർട്ടാ അതായത് ഷൂ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാനുള്ളതായിരിക്കും. ഇനി ആൻസർ ക്രിസ്റ്റി പറഞ്ഞു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. ഒരാളെപ്പോഴും ഇപ്പോ സപ്പോർട്ട് ചെയ്താലും ഇങ്ങനെ പറയുമല്ലോ അത് ചെയ്യണ്ട അങ്ങനെ. പക്ഷെ എന്ത് കൊണ്ടവനാണെങ്കിലും കൂടി ഉണ്ടാവും. ആ നിങ്ങൾ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാനും ഞാൻ ഇൻവിറ്റേഷൻസ് ചേട്ടൻ അങ്ങോട്ട് പോണ്ട ചേട്ടൻ ഇങ്ങോട്ട് പോണ്ട ചെയ്യണ്ട. ഓക്കെ ഹാപ്പി ആയി ഉണ്ടോ? ഓക്കെ നമ്മുടെ ഈ ഗെയിം കൂടെ വേണ്ടിയാണ് മനസ്സിലായില്ലേ? അപ്പോ ഈ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ വന്നിട്ട് ഇഷ്ടമൊക്കെ ചെയ്ത് പോവാ അല്ലേ? റെഡിയല്ലേ? സോ ഞാൻ ഷോ അതുപോലെ ഫോട്ടോഗ്രാഫി സെക്ഷൻസ് ആയിട്ട് ഒരു താങ്ക് യു ചെയ്തവർക്ക് ഇവര് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഫ്രണ്ട്സിനൊക്കെ ഒരു വീഡിയോ സ്വീകരിച്ച് എല്ലാവർക്കും ഒരു പേര് താങ്ക് യു. സോ ഐ myself Dinamala and I'm winding up this show. Thank you everyone. Bye bye. చుట్టమల్లే చుట్టేస్తాంది తుంటరి చూపు ఊరికే ఉండదు కాసేపు అస్తమానం నీలోకమే నామై మరపు చితనైతే నువ్వే నన్నాపు నానెత్తర కులాసా నీ కలలకి చేసా నీ కోసం వయసు వాకిలి కాసా నా అసలు పోగేసా నీ గుండెకు అచ్చేసా నీ రాకకు రంగం సిద్ధం చేసా ఎందుకు పుట్టిందో పుట్టింది ఏమో నువ్వంటే ముచ్చట పుట్టింది
മൈക്കുറുമ്പിയെ മേയ്ക്കും മൈക്കറുമ്പിയം പെണ്ണേ കാത്തു നിൽക്കാതെ എവിടെ പോയടി കണ്ണൻ മധുരയ്ക്ക് പോയതല്ലേ മണിമയിൽ തീരിടും മറന്നിട്ട് പോയതല്ലേ നറുവെണ്ണിലാവ് പോലെ നീ വിരിഞ്ഞു നിൽക്കയല്ലേ വളയപ്പട്ടി തമില തമില ജുഗൽ ബന്ദി വയ്ക്കും അവലെ മവലെ അടി ജുമുക്കി പോട്ട മയില മയില എന്ന മായ തെരിയേ വളയപ്പട്ടി തമില തമില ജുഗൽ ബന്ദി വയ്ക്കും അവലെ മവലെ അടി ജുമുക്കി പോട്ട മയില മയില എന്ന മായ തെരിയേ ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ കരിമുകിലിൻ ജനലഴിയിൽ ഈ കൺമണിയെ നോക്കരുത് ഇന്നതിന്നാർക്ക് ചേരണമെന്നത് വിധിയുടെ വിളയാട്ടം இந்த பஞ்சாயத்தில் ஹுங்கு பெருத்தவள் அறிவளோ அந்த துஞ்சானத்துள்ள கொம்பத்தை பம்பத்தி அறிவளோ பண்டு ஆதாமினை கொண்டாப்பிடு வீசிச்ச பெண்ணிவளோ வெறும் பஞ்சார சிரி பொங்கச்ச கொச்சமாடிவளோ வந்து ஆடி வாடி அடி பாக்கிறியே கண்ணு ரெண்டு ரங்கராட்டினோ கொஞ்ச நேரம் உத்து பாரு மொத்த பூமியாடும் கண்ணம் ரெண்டு பக்கவாத்தியும் கொஞ்ச நேரம் தட்டி பாரு 100 தாளம் போடும் கண்டு ரெண்டு ரங்கராட்டினோ கொஞ்ச நேரம் உத்து பாரு மொத்த பூமியாடும் கண்டம் ரெண்டு பக்கவாத்தியும் கொஞ்ச நேரம் தட்டி பாரு 100 தாளம் போடும் என் மேனி ஒரு தேக்குத்தான் மின்னுது பார் மூக்குத்தான் என் மேனி ஒரு தேக்குத்தான் மின்னுது பார் மூக்குத்தான் உள்ளகையில் ரேகையெல்லாம் சொர்க்கத்தோட மேப்பு தான் பின்னிடாத கூந்தல் ஒரே கண்ணகரு குற்றாலம் தான் டியா 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 அரை டண்டன காடியா கொய்யா 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 நான் வெட்டி வச்ச கொய்யா டியா 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 அரை டண்டன காடியா பையா 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 என தின்னு புட்டு போயா കരളേ നീ വരാൻ കനവും കണ്ടു ഞാൻ കടവിൽ നിൽക്കയാണിന്നോളവും
നോക്കി നോറ്റിരുന്നു കാൽ കുഴഞ്ഞേ കൈ കുഴഞ്ഞേ ഓ ഓ ഓ ആറ്റു നോറ്റു കാത്തു നിന്നു നോക്കി നോക്കി നോറ്റിരുന്നു കാൽ കുഴഞ്ഞേ കൈ കുഴഞ്ഞേ നാലു നിലപ്പന്തലിൽ ഈ നാലാളും കൂട്ടരുമായി മിന്നുകെട്ടിനെന്നു വരും എന്നിനി എന്നിനി എന്നു വരും மலையில தக்கம் மரத்தில காற்றின் கொஞ்சலோ பெண்ணே நீ கண்ணே தாமரை காதில் தேன்மழை கண்டம் பூட்டடி பூஞ்சோலே பாடம் பூத்ததடி ஜோடி பூவரம்பில் வாடி கன்னி மணந்தே நாடன் காட்டுகிற சோடும் ஜாத்திரமில் கூடம் காட்டு வரிம்பே കാറ്റേ ഒന്ന് ചിറ്റി അടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ ഇടി മിന്നലെറിഞ്ഞാട്ടെ ചിലമ്പുള്ളിക്കാറ്റേ ഒന്ന് ചീറ്റി അടിച്ചാട്ടെ മഴ തുള്ളി തുള്ളിച്ചാട്ടെ ഇടി മിന്നലെറിഞ്ഞാട്ടെ മകരം മഞ്ഞാടയാൽ പൊതിയും പൂമ്പാറ്റയെ കനവിൻ കണ്ണാടിയിൽ തെളിയും വാർത്തകളെ മുത്തുമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ ഞാൻ ഭീഗി 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 love you baby hi biggy 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 love you baby anana pachaye apati tek tek na apatiya apati tek tek tu apati ko apati kut 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 apatiye rano bombay ki rano bombay ki rano
ഞങ്ങൾ പ്രേക്ഷിക്കണമേ.